പത്തനംതിട്ട ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്ര ഉത്സവം അലങ്കോലപ്പെടുത്താൻ CPM ശ്രമം നടത്തുന്നതിൽ പ്രതിഷേധവുമായി ഭക്തജനങ്ങൾ. ഓമല്ലൂരിൽ ഇന്ന് ഭക്തർ നാമജപ ഘോഷയാത്ര നടത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ കൂട്ടുപിടിച്ച് CPM ക്ഷേത്രകാര്യങ്ങളിൽ അനാവശ്യമായ ഇടപെടൽ നടത്തുന്നു എന്നാണ് ഭക്തർ ആരോപിക്കുന്നത്. മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, പറയൂ. രോഹിണി, ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ പ്രധാന ക്ഷേത്രമാണ്. 10 ദിവസം ആറാട്ടോടുകൂടി ഉത്സവം നടക്കുന്നു എന്നുള്ള പ്രത്യേകതയുള്ള ക്ഷേത്രമാണ്. മെയ് 8-ന് ഇവിടുത്തെ ഉത്സവം ആരംഭിക്കാൻ ഇരിക്കെയാണ് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നത്. ഇവിടുത്തെ ഉപദേശക സമിതിയെ അകാരണമായിട്ട് ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് മരവിപ്പിച്ചിട്ട് ദേവസ്വം ബോർഡ് നേരിട്ട് ഉത്സവം നടത്താൻ തീരുമാനമെടുക്കുകയാണ് എന്നുള്ളതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമായിട്ടുള്ളത്. ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം ഉത്സവത്തിന് ശേഷിക്കെ ഇത്തരത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് ഉത്സവം നടത്തുമ്പോൾ ഉപദേശക സമിതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ എല്ലാം മരവിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്സവം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കകളാണ് ഭക്തജനങ്ങൾ ഉന്നയിക്കുന്നത്. അത് പ്രധാനമായിട്ടും ഈ ഉത്സവ നടത്തിപ്പിനുള്ള സാമ്പത്തിക സമാഹരണം, ഒപ്പം 7 കരകളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തുകൊണ്ടുള്ള ഉത്സവമാണ് നടക്കുന്നത്. 7 കരകളുമായി ബന്ധപ്പെട്ട് ഏതു തരത്തിലുള്ള കൂടിയാലോചനകൾ നടത്തും, ഇതിൻ്റെ മറ്റ് പരിപാടികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എങ്ങനെ നടപ്പിലാക്കും, ഒപ്പം ക്ഷേത്രവും പരിസരവും വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ആശങ്ക നിലനിർത്തിക്കൊണ്ടാണ് ഭക്തജനങ്ങൾ ഇത്തരത്തിൽ സുഗമവും ഭംഗിയുമായിട്ടുള്ള ഉത്സവം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന കാര്യത്തിൽ ആശങ്ക പ്രകടമാക്കുന്നത്. ഈ കാര്യത്തിലാണ് ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഭക്തർ നാമജപ ഘോഷയാത്രയും ഒപ്പം ഭക്തജന സംഗമവും സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് K. ഹരിദാസ് കുമാർ ഈ നാമജപ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭക്തജനങ്ങൾ വലിയ രീതിയിൽ ഇവിടെ സംഗമിക്കുമ്പോൾ അതിന് ഇനിയുള്ള ആശങ്കകളും ഭക്തജനങ്ങളുടെ ഉത്സവ നടത്തിപ്പ് ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലെ പ്രതിസന്ധികളൊക്കെ പങ്കുവെച്ചുകൊണ്ട് ആ സംഗമം ഇന്ന് വൈകിട്ട് ഓമല്ലൂരിൽ നടക്കുകയും ചെയ്യും. കാലങ്ങളായിട്ട് കഴിഞ്ഞ മുൻ വർഷങ്ങളിലെല്ലാം CPM പ്രാദേശിക നേതൃത്വം ക്ഷേത്ര കാര്യങ്ങളിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഭക്തജനങ്ങൾ പതിവായി ഉന്നയിക്കുന്ന ആരോപണം. ഈ കാര്യത്തിൽ ഭക്തജനങ്ങൾ എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ വൈരാഗ്യ ബുദ്ധിയോടുകൂടി CPM പ്രാദേശിക നേതൃത്വം ക്ഷേത്രകാര്യങ്ങളിൽ വീണ്ടും അന്യായമായി ഇടപെടുന്നു എന്നുള്ളതായിരുന്നു ഭക്തജനങ്ങൾ മുന്നോട്ട് വെക്കുന്ന പരാതിയും. ഇതിനെ തുടർന്നാണ് ചില പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഓം രക്തകണ്ഠായ നമ എന്ന ക്ഷേത്രത്തിൻ്റെ കവാടത്തിൽ കൊടി പതിപ്പിച്ചതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ചില പ്രശ്നങ്ങൾ, വിവാദങ്ങൾ, അനാവശ്യ പ്രശ്നങ്ങൾ ഉടലെടുക്കുകയും ഇതിൻ്റെ പേരിൽ ക്ഷേത്ര ഉപദേശക സമിതിയുടെ പ്രവർത്തനം തന്നെ മരവിപ്പിക്കുകയും ദേവസ്വം ബോർഡ് നേരിട്ട് ഉത്സവം നടത്താനുള്ള തീരുമാനത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വലിയ ആശങ്കകളാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നേരിട്ട് ഉത്സവം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഭക്തജനങ്ങൾ ഉന്നയിക്കുന്നത്. അതിൻ്റെ ഒരു പേരിലാണ് ഇന്ന് വൈകിട്ട് നാമജപ ഘോഷയാത്രയും ഒപ്പം ഭക്തജന സംഗമവും എല്ലാം സംഘടിപ്പിക്കുകയും ചെയ്യുന്നത്. ഇനി ഒരാഴ്ച മാത്രമാണ് ശേഷിക്കുന്നത്. പല കാര്യങ്ങളിൽ ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്. ഏത് രീതിയിലാണ് ഇനി പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ ഭക്തജനങ്ങൾ തയ്യാറെടുക്കുന്നത്? ഓമല്ലൂരെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഓമല്ലൂരെ വിഷയം മാത്രമല്ല, നമ്മളിപ്പോൾ ചിന്തിക്കുമ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ CPMൻ്റെ നേതൃത്വത്തിൽ ക്ഷേത്രങ്ങൾക്കെതിരെ വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നമുക്കറിയാം, അതേ സമയത്ത് ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് വിപ്ലവ ഗാനങ്ങൾ ആലപിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ 3 വർഷമായിട്ട് ഓമല്ലൂർ ഉത്സവവും അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. ഭക്തജനങ്ങൾ വളരെ വലിയ ആശങ്കയിലാണ്. കാരണം വൈകാരികപരമായി വളരെയധികം അടുത്ത ബന്ധം പുലർത്തുന്ന നിരവധി ആൾക്കാർ വിദേശത്ത് നിന്ന് പോലും ഉത്സവത്തിന് വേണ്ടി ഇവിടെ എത്താറുണ്ട്. ആ ഓണത്തിനോ ക്രിസ്മസോ അല്ലെങ്കിൽ വിഷുവോ ഒന്നുമല്ല അവർക്ക് പ്രാധാന്യം, ഈ ദേശനാഥൻ്റെ ഉത്സവം തന്നെയാണ്. ആ ഉത്സവത്തിൽ പങ്കുചേരുവാൻ വേണ്ടി എത്തുന്ന നൂറുകണക്കിന് വിദേശ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ വളരെ അധികം ആശങ്കയിലാണ്. ദേവസ്വം ബോർഡിൻ്റെ ഈ ക്രൂരമായ യാതൊരുവിധമായ പ്രകോപനമില്ലാതെ ഉപദേശം നന്നായി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഉപദേശക സമിതിയെ പിരിച്ചുവിടുകയും അല്ലെങ്കിൽ പിരിച്ചുവിടാൻ തക്കതായി കാരണങ്ങളൊന്നുമില്ലാതിരുന്നിട്ടില്ല അതിനെ മരവിപ്പിക്കുകയും ചെയ്തിട്ട് ഏകപക്ഷീയമായ ഒരു ഉത്തരവിറക്കി ദേവസ്വം ബോർഡ് ഈ ഉത്സവം നടത്താൻ പോവുകയാണ്. തീർച്ചയായിട്ടും നമ്മുടെ ഹൈന്ദവ ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാരണം സൂചിപ്പിച്ചതുപോലെ ഈ സാമ്പത്തിക സമാഹരണം വലിയൊരു ബുദ്ധിമുട്ടാണ്. 2 മാസത്തിന് മുമ്പേ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ട സമയത്ത് ഇവിടെ യാതൊരു വിധമായ മുന്നൊരുക്കങ്ങളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഈ ക്ഷേത്രം മുഴുവൻ കാട് കയറി നാശമായി കിടക്കുകയാണ്. അറ്റകുറ്റപ്പണികൾ ഒന്നും തന്നെ നടത്തിയിട്ടില്ല. എല്ലാം തന്നെ താറുമാറായിരിക്കുന്ന അന്തരീക്ഷത്തിൽ 8-ാം തീയതിയാണ് ഇവിടെ കൊടിയേറുന്നത്. 8-ാം തീയതി കൊടിയേറിയാൽ അതിനുശേഷം 10 ദിവസം ആറാട്ടോടുകൂടിയുള്ള ഉത്സവമാണ് നടത്തുന്നത്. ഈ ഉത്സവത്തിൽ കരക്കാരുടെ പ്രാതിനിധ്യം വളരെ വലുതാണ്.
എല്ലാ കരകളിൽ നിന്നുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പൊതു കമ്മിറ്റിയും മുൻകാലങ്ങളിലൂടെ ഇതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നു. എന്നാൽ അതും CPM-ൻ്റെ നിയന്ത്രണത്തിനുള്ള ദേവസ്വം ബോർഡ് അത് അട്ടിമറിക്കുകയും അങ്ങനെ പൊതു കമ്മിറ്റി വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഉപദേശക സമിതിയെയും പൊതു കമ്മിറ്റിയെയും ഈ കഴിഞ്ഞ ദിവസം ഒരു അഡോഹ് കമ്മിറ്റിയുടെ ദേവസ്വം ബോർഡ് തന്നെ നേരിട്ടെടുത്തിരുന്നു. എന്നാൽ അവരുടെയും പ്രവർത്തനം മരവിപ്പിച്ചുകൊണ്ട് ആണ് ഇപ്പോൾ ഏകപക്ഷീയമായിട്ട് ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ കരക്ക് പ്രതിനിധികളെ വിളിച്ച് ഒരു ചർച്ച നടത്തിയിരുന്നു. പക്ഷേ ആ ചർച്ചയിൽ യാതൊരു വിധമായ തീരുമാനം എടുക്കാൻ ദേവസ്വം ബോർഡിനോ കഴിഞ്ഞിട്ടില്ല. അതിനുശേഷം ഇപ്പോൾ അടുത്ത ദിവസം 2-ാം തീയതി ഒരു ചർച്ചയ്ക്കൂടെ വിളിച്ചിട്ടുണ്ട്. എന്തായാലും വളരെ നല്ല രീതിയിൽ ഉത്സവം നടത്താൻ വേണ്ടിയിട്ട് കരക്കാർ മുഴുവൻ മനസ്സുകൊണ്ടും എല്ലാം തയ്യാറായിരിക്കുകയാണ്. ഈ അവസരത്തിലാണ് ദേവസ്വം ബോർഡിൻ്റെ ഏകപക്ഷീയമായ ഒരു തീരുമാനം ഭക്തജനങ്ങളെ വളരെയധികം ദുഃഖത്തിലാഴ്ത്തിയിട്ടുണ്ട്. എന്തായാലും മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വിഭിന്നമായി വൈകാരികമായി വളരെയധികം ബന്ധമുള്ളതുകൊണ്ട്, ക്ഷേത്രവുമായി ബന്ധമുള്ളതുകൊണ്ട് വളരെ വലിയൊരു അമ്മമാരുൾപ്പെടെ വലിയൊരു ജനസമൂഹം തന്നെ ഇന്നത്തെ വൈകിട്ടത്തെ ഈ നാമജപ ഘോഷയാത്രയിലും അതോടൊപ്പം നടക്കുന്ന പ്രതിഷേധത്തിലും പങ്കെടുക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് ഓമല്ലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുന്ന നമ്മുടെ നാമജപ ഘോഷയാത്ര അമ്പല ജംഗ്ഷനിൽ സമാപിക്കുമ്പോൾ ആണ് നമ്മുടെ ഈ പ്രതിഷേധ യോഗം നടത്താൻ ഉദ്ദേശിക്കുന്നത്. ഇതിന് പിന്നിൽ ഇങ്ങനെ അകാരണമായിട്ട് ഈ ഉപദേശക സമിതിയുടെ പ്രവർത്തനം മരവിപ്പിക്കാൻ CPM-ഉം ഒപ്പം ദേവസ്വം ബോർഡും തമ്മിലൊരു ഗൂഢാലോചന നടന്നു എന്നാണല്ലോ ഭക്തർ ആരോപിക്കുന്നത്. ഇതിന് പിന്നിലുള്ള പശ്ചാത്തലം ഇപ്പോൾ 2-3 വർഷമായിട്ട് തുടർന്നു വരുന്ന സംഭവവികാസങ്ങളുണ്ടല്ലോ, അതിനെപ്പറ്റി. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഓമല്ലൂരിലെ മാത്രം പ്രത്യേകതയല്ല. എന്നിരുന്നാൽ തന്നെയും 2023 ഇതിന് തുടക്കം കുറിക്കുന്നത്. 2023 ക്ഷേത്ര ഉത്സവം കൊടിയേറുന്നതിൻ്റെ അന്ന് രാവിലെ DYFI പ്രവർത്തകരും അതേപോലെ തന്നെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിനകത്ത് DYFIയുടെ കൊടി കെട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയുണ്ടായി. അന്ന് പത്തനംതിട്ട DYSP ആയിരുന്ന നന്ദകുമാർ സാറിൻ്റെ നേതൃത്വത്തിൽ നമ്മളൊരു ചർച്ച നടത്തുകയും അങ്ങനെ ആ പ്രശ്നം അവിടെ പരിഹരിക്കുകയും ചെയ്തതാണ്. 2024 പറയത്തക്ക പ്രശ്നമൊന്നും ഉണ്ടായില്ലെങ്കിൽ തന്നെയും ഇപ്പോൾ ഈ വർഷം ആദ്യം മുതൽ തന്നെ ഉപദേശക സമിതിക്കെതിരെയും ക്ഷേത്രത്തിനെതിരെയും വളരെ മോശമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഫേസ്ബുക്കിലൂടെ ആയാലും മറ്റു തരത്തിലായാലും CPM നടത്തിക്കൊണ്ടിരിക്കുകയാണ്. CPMൻ്റെ പ്രാദേശിക നേതൃത്വം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിരന്തരം ക്ഷേത്രത്തിനെതിരെ ഇതുപോലെയുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ്. ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിൽ ഉത്സവ നടത്തിപ്പുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ CPM അന്യായമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിനെതിരെ ഭക്തജനങ്ങൾ വലിയ രോക്ഷത്തിലാണ്, വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഓമല്ലൂർ മാർക്കറ്റ് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന നാമജപ ഘോഷയാത്ര ക്ഷേത്രത്തിന് സമീപം എത്തി അവിടെ ഒരു ഭക്തജന സംഗമവും സംഘടിപ്പിക്കുന്നുണ്ട്. വലിയ പ്രതിഷേധമാണ് ഓമല്ലൂരിൽ CPM-ൻ്റെ ഈ അന്യായമായ ക്ഷേത്രകാര്യങ്ങളിലുള്ള ഇടപെടലിനെതിരെ ഉയർന്നു വരുന്നത്. രോഹിണി. ശരി മിഥുൻ. പത്തനംതിട്ട ഓമല്ലൂർ രക്തകണ്ഠസ്വാമി ക്ഷേത്രോത്സവം അലങ്കോലപ്പെടുത്താനാണ് CPM ശ്രമം. ഇതിൽ വലിയ പ്രതിഷേധവുമായി ഭക്തജനങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് ഭക്തർ നാമജപ ഘോഷയാത്ര നടത്തും. മിഥുൻ മുരളിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.